Hi dears, welcome to Malayali's Talks. Hi dears, welcome back to my channel. Calicut University second semester BA second language മലയാളത്തിലെ മൂന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. മൂന്നാമത്തെ മൊഡ്യൂൾ വിവർത്തനായിരുന്നു. ഈ വിവർത്തന വിഭാഗത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. പിന്നെ എടുക്കാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ പൊതുവെ 2 ചാപ്റ്റേഴ്സാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ഒരു മൊഡ്യൂൾ അവസാനിച്ചു കേട്ടോ. ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേര് ടോട്ടോ ചാൻ ദ ലിറ്റിൽ ഗേൾ എറ്റ് ദ വിൻഡോ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതായത് ടോട്ടോ ചാൻ ജനാലയ്ക്കരികിലെ വികൃതിക്കുട്ടി. ഈ കൃതി മലയാളത്തിൽ വിവർത്തനം ചെയ്തത് മലയാളത്തിലെ സമകാലിക എഴുത്തുകാരിൽ പ്രധാന കവിയായ അൻവർ അലിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് തെൽസുഗോ കുറോയാനഗിയാണ്. ഇതൊരു ജാപ്പനീസ് എഴുത്തുകാരിയാണ്. അവരുടെ ആത്മകഥാംശം ഉൾക്കൊള്ളുന്ന ഒരു ബാലസാഹിത്യ കൃതിയാണ് ഈ ടോട്ടോ ചാൻ എന്ന് പറയുന്ന ഈ കൃതി. 1981 ഇതാദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ടോക്കിയോയിലെ ടൊമോയെ ഗാക്കു എന്ന വ്യത്യസ്തമായ ഒരു വിദ്യാലയത്തിൽ കുറോയാനഗിയുടെ ബാല്യകാല അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ കൃതി രചിക്കപ്പെട്ടിരിക്കുന്നത്. 1984 ഡൊറോത്തി ബ്രിട്ടൻ ഈ പുസ്തകം ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്തു. കൂടാതെ ഹിന്ദി, മറാഠി, തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം തുടങ്ങിയിട്ടുള്ള 11 ഇന്ത്യൻ ഭാഷകളിലും ഈ ഒരു കൃതിയുടെ വിവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. ടോട്ടോ ചാനാണ് ഈ കഥയിലെ ആഖ്യാതാവായിട്ട് വരുന്നത്. ടോട്ടോ ചാൻ അവരുടെ അമ്മയോടൊപ്പം നടന്നു പോകുന്നിടത്താണ് കഥ തുടങ്ങുന്നത്. ഈ കൃതിയുടെ ഒന്നാമത്തെ ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഈ കൃതിയിലെ ഫസ്റ്റത്തെ ആ ഒരു പാർട്ടിൻ്റെ പേര് ദ റെയിൽ റോഡ് സ്റ്റേഷൻ എന്നതാണ്. മലയാള വിവർത്തനത്തിൽ ഇത് റെയിൽവേ സ്റ്റേഷൻ എന്നാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ടോട്ടോ ചാനാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. അവളൊരു വികൃതി കുട്ടിയാണ്. അവൾ അവളുടെ അമ്മയ്ക്കൊപ്പം നടന്നു പോകുന്നിടത്താണ് ഈ കഥ തുടങ്ങുന്നത്. അമ്മ അവളെ ഓർത്ത് വിഷമിച്ച് നടക്കുകയാണ്. കാരണം എന്താണ്? അവളെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്, അതും 1ാം ക്ലാസ്സിൽ. അവളുടെ ബാലിശമായിട്ടുള്ള പെരുമാറ്റവും ജിജ്ഞാസയുമാണ് അവളെ പുറത്താക്കാനുള്ള കാരണം. ഇപ്പോൾ അവൾ പുതിയ സ്കൂളിലേക്ക് പോകാനുള്ള വഴിയിലാണ്. അപ്പോൾ ഒയ്മ എന്ന ട്രെയിന് ജിയുഗോ സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് ടോട്ടോ ചാൻ അമ്മയുടെ വിരലിൽ പിടിച്ച് ഗേറ്റിലൂടെ പുറത്ത് കടന്നു. ആദ്യമായിട്ടാണ് അവൾ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. അവളുടെ കയ്യിൽ ട്രെയിൻ ടിക്കറ്റ് ഉണ്ട്. അതൊരു അമൂല്യ വസ്തു പോലെ മുറുകെ പിടിച്ചിരിക്കുകയാണ് അവൾ. കാരണം ആദ്യമായിട്ടല്ലേ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ട്രെയിൻ ടിക്കറ്റ് ഉപേക്ഷിക്കാൻ അവൾക്ക് മനസ്സ് വരുന്നില്ല. അങ്ങനെ ഗേറ്റിൽ നിന്ന് ടിക്കറ്റ് കളക്ടറോട് അതെടുക്കാനുള്ള അനുവാദം അവൾ ചോദിക്കുകയാണ്. അയാൾ പറ്റില്ലെന്ന് തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ ആ ടിക്കറ്റ് കളക്ടറുടെ കയ്യിലുള്ള പെട്ടിയിൽ ടിക്കറ്റ് കണ്ട് ടോട്ടോ ചാൻ അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം അവൾ ആദ്യമായിട്ടാണ് ഇത്രയും ടിക്കറ്റുകൾ ഒരുമിച്ച് കാണുന്നത്. വലുതാവുമ്പോൾ താനും ഒരു റെയിൽവേ ടിക്കറ്റ് വിൽക്കും, നോക്കിക്കോ എന്ന് പറഞ്ഞു. ആരോട്? ടിക്കറ്റ് കളക്ടറോട്. ഇത് കേട്ട ടിക്കറ്റ് കളക്ടർ അവളോട് പറഞ്ഞു, എനിക്കൊരു കൊച്ചുമോനുണ്ട്, അവനും സ്റ്റേഷനിൽ ജോലി വേണമെന്നാണ് ആഗ്രഹം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പണിയെടുക്കാം എന്ന് അയാൾ ഒരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു. ടോട്ടോ ചാൻ അയാളെ ഒന്നുകൂടി നോക്കി. അയാൾ തടിച്ചിട്ടാണ്, കണ്ണടയൊക്കെ ധരിച്ചിട്ടുണ്ട്, പക്ഷേ കാരുണ്യമുള്ള മുഖമാണ് അയാളുടേത്. അങ്ങനെ ആ കാര്യം പരിഗണിക്കാം എന്ന നാട്യത്തിൽ ഗൗരവത്തോടു കൂടി തന്നെ കൊച്ചു ടോട്ടോ നിന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോനോടൊപ്പം ജോലി ചെയ്യാൻ എനിക്ക് മടിയൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ പുതിയ പള്ളിക്കൂടത്തിൽ പോവുകയാണ്. അങ്ങനെ അവൾ അമ്മയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ പോകുന്നതിനിടയിൽ അവൾ ഒരു ടിക്കറ്റ് വിൽപ്പനക്കാരി ആവാൻ പോവുകയാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ടിക്കറ്റ് കളക്ടർ പറഞ്ഞു, അത്രയുള്ളൂ, ഞാൻ കരുതി നീ ചാരപ്പണിക്ക് പോവുകയാണെന്ന്. അങ്ങനെ അമ്മയുടെ കയ്യിൽ തൂങ്ങി ടോട്ടോ ചാൻ നടക്കുകയാണ്. നടക്കുമ്പോൾ അവൾ ഓർത്തു, ഇന്നലെ വരെ ചാരപ്പണി മതിയെന്നാ കരുതിയേ, എന്നാൽ ഇപ്പോൾ തോന്നുന്നു ഒരു ടിക്കറ്റ് കളക്ടർ ആയാലോ എന്ന്. ഇത് അവളിങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ അവൾക്കൊരു ബുദ്ധി തോന്നി. അമ്മയുടെ മുഖത്ത് നോക്കി അവൾ ചോദിച്ചു, ടിക്കറ്റ് വിറ്റുകൊണ്ട് ചാരപ്പണി നടത്താൻ പറ്റുമോ എന്ന്. അമ്മ മറുപടിയൊന്നും പറഞ്ഞില്ല. അമ്മയുടെ ആ പ്രതികരണം അവളിൽ വിഷമമുണ്ടാക്കി. ചെറിയ പൂക്കളുള്ള രോമത്തൊപ്പിക്ക് കീഴെ അവളുടെ മുഖം കടുത്തിരുന്നു. അമ്മയുടെ വിഷമം പുതിയ സ്കൂളിൽ ടോട്ടോ ചാനെ എടുക്കാതിരുന്നാലോ എന്നതാണ്. ടോട്ടോ ആണെങ്കിൽ ഒന്നും ഓർക്കാതെ റോഡിലൂടെ തുള്ളിച്ചാടി നടക്കുകയാണ്. അമ്മ അവളെ ആർദ്രതയോടുകൂടി നോക്കി. അമ്മ വിഷമിച്ചിരിക്കുകയാണെന്ന് അവൾക്കറിയില്ല. അങ്ങനെ അമ്മയുടെയും ടോട്ടോ ചാൻ്റെയും കണ്ണുകൾ ഇടഞ്ഞപ്പോൾ ടോട്ടോ ചാൻ ആഹ്ലാദത്തോടെ പറഞ്ഞു, എൻ്റെ മനസ്സ് മാറി,
ഞാൻ പാട്ടുപാടി ചുറ്റി നടക്കുന്ന ചെണ്ടക്കാരുടെ കൂടെ കൂടിയാലോന്നാ ആലോചിക്കണേ. അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു. അമ്മ പറഞ്ഞു, പോകുന്നത് എങ്ങോട്ടാണെന്നറിയാലോ, ഇപ്പോൾ തന്നെ താമസിച്ചു. സംസാരം നിർത്തി വേഗം നടക്ക്. ഹെഡ് മാസ്റ്റർ നമുക്ക് വേണ്ടി കാത്തിരിക്കില്ല. അവരുടെ ശബ്ദത്തിൽ നിരാശയുടെ സ്പർശമുണ്ടായിരുന്നു. അങ്ങനെ അവർ സ്കൂളിനടുത്തെത്തി. കുറച്ചകലെ സ്കൂളിലെ വാതിൽ കാണാൻ തുടങ്ങി. ഇതോടുകൂടിയിട്ട് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം അവസാനിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ഭാഗമാണിത് അല്ലേ. അപ്പോൾ നമ്മൾ ടിൻറ്റുമോനെയൊക്കെ കേട്ടിട്ടില്ലേ, ടിൻറ്റുമോൻ്റെ കഥകളൊക്കെ, അതുപോലെ ഒരു കഥയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ട്സ് ടെലഗ്രാം ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.